കേമത്തെ കാട്ടാനായിട്ട് കുറെ സാധനങ്ങൾ കുറെ ദ്രവ്യം കൊണ്ട് കൊടുത്താൽ അത് ഭഗവാൻ അത്രേ കണക്കാക്കുള്ളൂ. അവരുണ്ട് അവൻ തന്നു അങ്ങനെ കണക്കാക്കുള്ളൂ. ഇത് അതല്ലാന്ന് എന്ത് സാധനമാണെങ്കിലും കൊടുക്കുമ്പോൾ മനസ്സോട് കൂടിയിട്ട് കൊടുക്കണം. അതാണ് വേണ്ടത്. ആ പാഞ്ചാലി ഭഗവാന് ആ വെള്ളം കയ്യിലേക്കാണ് ഒഴിച്ചു കൊടുത്തു. ആ വെള്ളം ഇവിടെ കുടിച്ചു. വെള്ളം കുടിച്ചപ്പോൾ എന്തായി? വിശ്വമൂർത്തി വിശ്വമൂർത്തി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഭഗവാൻ ആ ചീരയുടെ ഇല കൂടിയിട്ടുള്ള വെള്ളം അവിടെ കുടിച്ചതോട് കൂടിയിട്ട് തൃപ്തനായിട്ട് തിന്നു, സന്തുഷ്ടനായിട്ട് തിന്നു. അത് മാത്രമല്ല പാഞ്ചാലി എന്തോ പറയുണ്ടായില്ലേ, മഹർഷിന്നോ ശിഷ്യന്മാരെന്നോ വിശപ്പിന്റെ ശക്തി കൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്താ ഉണ്ടായത്. അല്ല ഭഗവാനെ, മഹർഷി ശിഷ്യന്മാരും ദുർവാസാവ് മഹർഷി വന്നിട്ടുണ്ട്. അവർ കുളിക്കാനായിട്ട് പോയത്. ആ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ അവിടെ ഒന്നുമില്ല. എന്നാൽ അവരോട് വേഗം വരാൻ പറയൂ. ഈ വന്നാൽ അവിടെ കൊടുക്കാനൊന്നുമില്ല. പാഞ്ചാലി ഞാനല്ലേ പറയണേ, അവരോട് വരാൻ പറയൂ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു പാലങ്ങൾ പറഞ്ഞയച്ചു. അപ്പൊ അവരുടെ കഥയോ, അവര് സ്നാനം ചെയ്യാനായിട്ട് നദിയിൽ ചെന്ന് ഇറങ്ങി മുങ്ങിയപ്പോ വലിയൊരു നെടുമ്പലയാ. അതിൻ്റെ ഉള്ളിൽ അതിവിശേഷമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇത് മുഴുവൻ കഴിക്കുക. കാളനായിട്ടും മോലനായിട്ടും പ്രഥമനായിട്ടും കഴിക്കണം. എന്താ ഈ പുഴയിലെ വെള്ളം? കാരണം എന്താ? വിശ്വമൂർത്തി പാഞ്ചാലി കൊടുത്തിരിക്കുന്ന വെള്ളം കുടിച്ചേക്കണേ. ഭഗവാന് വെള്ളം കുടിക്കാച്ചാൽ പിന്നെ ഇവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇവര് ഈ പുഴയിലെ വെള്ളം മുഴുവൻ എല്ലാവരെയും കുടിപ്പിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കയ്യേൽക്കാനായിട്ടാണ് എണീറ്റപ്പോഴോ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോഴാ കരയ്ക്ക് ആള് നിൽക്കണത്. അതെ, അവിടെ ഭക്ഷണത്തിന് കാലമായിട്ടുണ്ടാ വരണം എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടത് കൂട്ടിത് എന്തോ ഇവിടെ അപകടം ഉണ്ട്, ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് മഹർഷി ശിഷ്യന്മാർ ഓടി അകലേക്കന്നെ പോയി. അനവധി ദൂരം അകലേക്ക് പോയപ്പോൾ ഈ പറഞ്ഞയച്ചാളും മടങ്ങി ഇങ്ങോട്ട് തന്നെ വന്നു. ഇവിടെ വന്ന് പാഞ്ചാലി എടുത്തു. അതെ, അവരെല്ലാവരും ഓടി പോവുക ചെയ്തത്. അപ്പോൾ കൃഷ്ണൻ പാഞ്ചാലി അവര് വന്നത് ദുര്യോധനൻ പറഞ്ഞയച്ചിട്ട് വന്ന നിങ്ങളെ ചതിക്കാനായിട്ട് വന്ന ആളുകളാ. എന്തായാലും ഞാൻ യാദൃശ്ചികമായിട്ട് അവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ആപത്തൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് പാഞ്ചാലിയെ അനുഗ്രഹിച്ചു. ധർമ്മപുത്രന്റെ സമീപത്തിൽ നിന്ന് ധർമ്മപുത്രരെയും അനുഗ്രഹിച്ച് കൃഷ്ണൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ മഹർഷിയോ അനവധി ദൂരം ഓടി കുറെ അങ്ങനെ ചെന്നപ്പോഴും അവിടെ ഇരുന്ന് ആലോചിച്ചു എന്താ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം. ദിവ്യദൃഷ്ടിയുള്ള ആളാണല്ലോ അദ്ദേഹം ആലോചിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ദുര്യോധനൻ ചതിക്കുകയാണ് ചെയ്തതല്ലേ. വേഗം മഹർഷി രണ്ടാമതും പാഞ്ചാലിയുടെ അടുത്ത് വന്ന് പാഞ്ചാലിയെ അനുഗ്രഹിച്ചു, പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചു, കൗരവന്മാരെ ശപിച്ചു. കൗരവന്മാരെ നിങ്ങൾക്ക് നേരെ ആവാണ്ട് പോട്ടേന്ന്. സാധാരണ നിലയ്ക്ക് എങ്ങനെയാ നശിച്ചു പോട്ടേന്ന് ശപിക്കുക. ഇതല്ല. കാരണം അവിടെ ചെന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, അതാണ്. അല്ലേ കൗരവന്മാരെ നിങ്ങൾ നേരെ ആവാണ്ട് പോട്ടെ എന്ന് ശപിച്ച് മഹർഷിയുടെ മടങ്ങി പോവുകയും ചെയ്തു. എന്നാൽ കൃഷ്ണൻ എന്തിനാ ഇപ്പം പാഞ്ചാലി എടുത്ത് വിശപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമുണ്ടോ? പാഞ്ചാലി സ്മരിച്ചിട്ടല്ലേ കൃഷ്ണൻ വന്നത്. പക്ഷേ കൃഷ്ണൻ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? പാഞ്ചാലി എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് ഈ വെള്ളം മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ പാഞ്ചാലിയുടെ ഭക്തിക്കും കോട്ടം വരും. അത് കൃഷ്ണനെ അറിയാൻ നടത്തും. പാഞ്ചാലി ഭക്തയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനു മുമ്പ് ദുശാസനനെ അപമാനിക്കാനായിട്ട് ശ്രമിച്ച അവസരത്തിൽ വസ്ത്രാക്ഷേപം, വസ്ത്രം പിടിച്ച് അപഹരിക്കാൻ അവസരത്തിൽ പാഞ്ചാലി ഉറക്കം വിളിച്ചു, കൃഷ്ണാന്ന് വിളിച്ചു, അവിടെ വന്നു. ഇപ്പൊ ഇവിടെ പാണ്ഡവന്മാരും എല്ലാവരും കൂടിയുള്ള ഈ സമയത്ത് മഹർഷി ശിഷ്യന്മാരും വന്നു. അപ്പോൾ വിളിച്ചു കൃഷ്ണാന്ന് വന്നു, അവിടെ വന്ന് രക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ വിളിച്ചാൽ വരണ ആളാ കൃഷ്ണൻ എന്ന് ഒരു തോന്നല് പാഞ്ചാലിയുടെ ഉള്ളിൽ ഉണ്ടായാൽ അത് തൻ്റെ ഭക്തയ്ക്ക് ദോഷമാണ്. അതാണ് താൻ യാദൃശ്ചികമായിട്ട് ദ്വാരകയിൽ നിന്ന് വേറെ ഏതോ കാര്യങ്ങൾക്ക് പോകുന്ന വഴിക്ക് യാദൃശ്ചികമായിട്ട് വന്നതാണ് എന്ന് പാഞ്ചാലിയെ ബോധിപ്പിക്കാനാണ് കൃഷ്ണനെ ചെയ്തത്. ഇങ്ങനെ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ പാഞ്ചാലിന്നോ പാണ്ഡവന്മാരെന്നുള്ള എല്ലാവരെയും, അതെ പരമഭക്തന്മാരെ എല്ലാവരെയും അദ്ദേഹം അനുഗ്രഹിക്കും. പക്ഷെ എന്താ വേണ്ടത്? കളങ്കരഹിതമായിരിക്കുന്ന ഭക്തി. അതാണ് അദ്ദേഹത്തിന് വേണ്ടത്. എന്ത് കേമത്വം കാണിക്കാനുള്ളതല്ല ഭക്തി. മനസ്സറിഞ്ഞ് ഭഗവാനെ ആരാധിച്ചാൽ അദ്ദേഹത്തിന് കുട്ടികളെന്നോ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വൃദ്ധന്മാരെന്നോ വകഭേദമില്ല. ആബാലവൃദ്ധൻ ജനങ്ങളെയും അനുഗ്രഹിക്കാൻ സന്നദ്ധനായിട്ടുള്ളതാണ് ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരെ അനുഗ്രഹിച്ച് ദ്വാരകയിൽ ചെന്ന് തന്റെ പ്രിയതമയായിരിക്കുന്ന സത്യഭാമ രുക്മിണി തുടങ്ങിയിട്ടുള്ളവര്, ജ്യേഷ്ഠനായിരിക്കുന്ന ബലഭദ്രര്, ഇവരോട് എല്ലാവരോടും കൂടി എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അയോടെ വർദ്ധിക്കുകയും. ഇങ്ങനെ യാതൊരു ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനാണോ പാണ്ഡവന്മാരെ അനുഗ്രഹിച്ച് ദ്വാരകാരാധിധാരിയങ്കൽ വന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചു കൊണ്ട് വർത്തിച്ചത്, അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. കളവേണുരവക്കളായ നീലക്കമലാചുംബനലംബണോതി രമ്യ അളിബോധൈവാരവിന്ദ മധ്യേ യമദാം മേ ഹൃദി ദേവകീ കിശോര